സർക്കാർ ആശുപത്രികളിൽ വൈറ്റമിൻ എ തുള്ളിമരുന്നിന് ക്ഷാമം നേരിടുമ്പോൾ ന്യായീകരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ മരുന്ന് ശേഖരമുണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. ഇതോടെ ജനം TV നടത്തിയ അന്വേഷണത്തിൽ മരുന്ന് ക്ഷാമമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു. വൈറ്റമിൻ എ വന്നില്ലേ? വരുമോ? അടുത്ത ദിവസം വരുമോ? പറയാൻ പറ്റത്തില്ല. ഒരാഴ്ചയിൽ കഴിയുമായിരിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഇല്ലായിരുന്നു. ഗവൺമെന്റ് തീർന്നതാണ്. അതിന് വരാൻ ടൈം എടുക്കും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വിറ്റാമിൻ എ മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുമ്പോഴും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വകുപ്പിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി നൽകേണ്ട വിറ്റാമിൻ എയ്ക്കായി രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ കയറിയിറങ്ങുമ്പോഴാണ് ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമില്ലെന്ന മന്ത്രിയുടെ ന്യായീകരണം. മരുന്നുകളുടെ ക്ഷാമം ഇതുവരെയായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ചില പത്രത്തിൽ കണ്ടതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കിട്ടാത്തതുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അത് തികച്ചും തെറ്റാണ്. ഡോക്ടർമാരുണ്ട്, മരുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ഇല്ലാതെ രോഗികൾ വലയുമ്പോൾ അങ്ങനെയൊരു പ്രതിസന്ധി ഇല്ലെന്ന് മന്ത്രി തീർത്തു പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുന്നു. അതേസമയം ജീവനക്കാർക്ക് പുറമെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ജനം TV പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.